ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം ഈ പകൽക്കാലം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വളരെ ചുരുക്കം ചിലരായി നമുക്ക് ഒരുമിച്ച് ശുദ്ധ സ്വഭാവവുമായിട്ട് കർത്താവിനെ ആരാധിപ്പാനും മഹത്വപ്പെടുത്തുവാനും തന്ന ഭാഗ്യത്തിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവിൻ്റെ വലിയ സാന്നിധ്യം ഇന്ന് പകൽക്കാലം അനുഭവിപ്പാൻ ഇടയായി തീർന്നു. നിങ്ങളുടെ സാക്ഷ്യത്തോടൊപ്പം എനിക്കും അത് പറയുവാനായിട്ട് കഴിയും. ഇംഗ്ലീഷ് സർവീസ് മുതൽ ഈ നിമിഷം വരെയും കർത്താവിൻ്റെ വലിയ സാന്നിധ്യം രുചിച്ചറിയുവാൻ ഇടയായി തീർന്നു. നിങ്ങളെ കേൾപ്പിച്ച നല്ല സാക്ഷ്യങ്ങൾക്കായി കർത്താവിനെ സ്തുതിക്കുന്നു. നല്ല പ്രബോധനങ്ങൾക്കായി കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. അതുപോലെ തന്നെ കർത്താവിൻ്റെ ദാസനിലൂടെ ഇന്ന് കേട്ട ദൈവിക വചനം അതെന്നെ വളരെ ടച്ച് ചെയ്യുവാനിടയായി തീർന്നു. ഇംഗ്ലീഷ് സർവീസ് വർഷിപ്പ്, മലയാളം വർഷിപ്പ് വളരെ ടച്ചിങ് ആയിരുന്നു. എൻ്റെ അകത്ത് പരിശുദ്ധാത്മാവ് ശക്തമായി ഇടപെട്ടു, എനിക്ക് ബലം തന്നു. എല്ലാത്തിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താദാസൻ പറഞ്ഞ പോലെ നമ്മൾ ഈ കാണുമ്പോൾ, ഇവിടെ ഇരിക്കുന്ന ഓഡിയൻസ് കാണുമ്പോൾ നമ്മൾ വലിയ മെസ്സേജൊക്കെ പ്രിപ്പയർ ചെയ്ത് വരുമ്പോഴുള്ള ആളില്ല എന്നൊക്കെ നമുക്ക് തോന്നിയെങ്കിലും, പക്ഷേ ഇന്നെന്തോ ഒരു പ്രത്യേകമായ ബലം ഉള്ളിലുള്ളതിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവ് ഒരു പ്രത്യേക രീതിയിൽ ദൈവസഭയെ നടത്തുന്നതിനെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നമുക്കെപ്പോഴും ഒരു വചനം നമ്മുടെ മുമ്പിലുള്ളതുകൊണ്ടാണ് കുറേയൊക്കെ ആശ്വസിച്ചിരിക്കുന്നത്. 2-3 പേർ എൻ്റെ നാമത്തിൽ കൂടി വരുന്നതൊക്കെയും അവരുടെ മധ്യേ ഞാനുണ്ട്. അപ്പോൾ 2 പേര് 3 പേരൊക്കെ ആയപ്പോൾ അപ്പോൾ ഒരു ധൈര്യം വന്നു. സ്തോത്രഹല്ലേലൂയ. അപ്പോൾ 2-3 പേർ ഉള്ളത് കൊണ്ട് നമുക്ക് പതറിപ്പോകേണ്ട കാര്യമില്ല. കർത്താവ് തന്നെ ഓൾറെഡി അഡ്വാൻസായിട്ട് കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത് കൊണ്ട് നമുക്ക് അത് ഒരു എൻകറേജ്മെൻ്റായിട്ട് ഞാൻ കാണുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. സ്തോത്രം. കുഞ്ഞുങ്ങളിലൂടെ മിനിയുടെയൊക്കെ കേട്ട സാക്ഷ്യം പോലെ ഞങ്ങളും ഈ പ്രദേശത്ത് വന്നിട്ട് 1 വർഷം ഇന്ന് തികയുന്നു. അന്ന് സാറ്റർഡേയിലായിരുന്നെങ്കിൽ ഇന്ന് സൺഡേ ആയി. ഒരു ദിവസം മുമ്പോട്ട് പോയി എന്ന് മാത്രമേ ഉള്ളൂ. അന്ന് ഞങ്ങൾ മെയ് 19 ആദ്യത്തെ സഭായോഗം ഇവിടെ കമ്മ്യൂണിറ്റി ഹാളിൽ വന്ന് ആരാധിക്കുന്നത്. കഴിഞ്ഞൊരു വർഷക്കാലം കർത്താവ് ഈ ദേശത്ത് അതിശയകരമായി അത്ഭുതകരമായി ഞങ്ങളെ സൂക്ഷിച്ചു, പരിപാലിച്ചു. പൗലോസ് പറഞ്ഞ പോലെ പറഞ്ഞു തീരാത്ത ദാനനിമിത്തം ദൈവത്തിനൂടെ സ്തോത്രം ചെയ്യുന്നു. പ്രിയ ദാനിയൽ പാസ്റ്റർ ഡ്യൂട്ടിയുടെ ഇടയിൽ വന്നിട്ടുണ്ട്. കർത്താദാസനെ ഓർത്ത് വന്ദനം ചെയ്യുന്നു, സ്തോത്രം ചെയ്യുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ഈ ദിവസങ്ങളിൽ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നതായിട്ടുള്ള ഒരു വചനം എഫേസ്യ ലേഖനം 4-ാം അധ്യായം വായിക്കേണ്ട 14 മുതൽ ഉള്ള വചനമാണ്. ക്രിസ്തുവിലുള്ള ഒരു പുതിയ ജീവിതത്തെക്കുറിച്ച് ചിന്തിപ്പാനാണ് ഇന്ന് പകൽക്കാലം ആഗ്രഹിക്കുന്നത്. നമുക്കെല്ലാവർക്കും ദൈവത്തിൻ്റെ വചനത്തിൽ വളരെ ആശ്വാസത്തിൻ്റെ വചനങ്ങളുണ്ട്. നമ്മളെ ധൈര്യപ്പെടുന്ന, എൻകറേജ് ചെയ്യുന്ന മെസ്സേജുകളുണ്ട്. സുവിശേഷത്തിൻ്റെ ആഹ്വാനം കൊടുക്കുന്ന മെസ്സേജുകളുണ്ട്. അങ്ങനെ ഇതൊരു വലിയ വിശുദ്ധ ബൈബിൾ എന്ന് പറയുന്ന വലിയൊരു കടല. ഇങ്ങനെ കിടക്ക ഒരിക്കലും അവസാനിക്കാത്ത ഉറവകൾ ഉള്ളതാണ് ദൈവത്തിൻ്റെ വചനം. അതിൽ നിന്ന് നമ്മൾ മുത്തുകൾ തപ്പിയെടുത്ത് നമുക്ക് ദൈവം തരുന്ന എല്ലാം ഓരോ വെളിപ്പാടുകളാണ്. ഓരോ വെളിപ്പാടുകൾ അതാണ് നമ്മുടെ ജീവനായിട്ട് പരിണമിക്കുന്നത്. നമുക്ക് അപ്പം അങ്ങനെയാണെങ്കിൽ ഈ മുത്തുകൾ ഓരോരുത്തർക്കും വ്യത്യസ്തമായ നിലവാരങ്ങളിൽ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുകയാണ്. നമ്മളിതിനെ ദൈവവചനം വ്യാഖ്യാനിക്കുകയല്ല. നമുക്ക് വ്യാഖ്യാനിക്കുവാനായിട്ടല്ല. നമ്മൾ വ്യാഖ്യാനിച്ചു കഴിഞ്ഞാൽ പിന്നെ ആർക്കും ഇത് പ്രസംഗിക്കാൻ പറ്റില്ല. ഒറ്റ വ്യാഖ്യാനേ വരാൻ പറ്റത്തുള്ളൂ. പരിശുദ്ധാത്മാവ് വ്യാഖ്യാനിക്കണം, അതോടെ നമ്മുടെ പ്രസംഗം തീരും. നമ്മൾ വ്യാഖ്യാനിക്കുകയല്ല, നമ്മൾ കർത്താവിൻ്റെ വചനത്തിൽ നിന്ന് വെളിപ്പാടുകൾ പറയുകയാണ്. അത് റെവലേഷനാണ്. ആ റെവലേഷൻ എന്തുകൊണ്ട് കർത്താവ് തരുന്നു വെച്ചാൽ അത് നമ്മളെ ജീവനിലേക്ക് നയിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അത് നമുക്ക് എൻകറേജ് ചെയ്യുവാൻ ഡേ ടു ഡേ ലൈഫിൽ നമ്മളെ മുന്നോട്ട് നയിക്കുന്ന ഒന്നാണ് ദൈവിക വെളിപ്പാടുകൾ. അതുകൊണ്ടാണ് പൗലോസ് എഫെസോസ് ഇന്ന് സ്റ്റീവ് മോൻ്റെ പ്രബോധനത്തിൽ കൂടെ കേട്ട പോലെ വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന ദൈവത്തിൻ്റെ അളവറ്റ ശക്തിയുടെ വലിപ്പം, ദ എക്സീഡിങ് പവർ ദോസ് ഹു ബിലീവ് ഇൻ ഹിം. അതിൻ്റെ മുകൾ ഭാഗത്തിൽ പൗലോസ് പറയുന്നുണ്ട്, ജ്ഞാനത്തിൻ്റെയും വെളിപ്പാടിൻ്റെയും ആത്മാവിനെ നമുക്ക് തരണം. ജ്ഞാനത്തിൻ്റെയും വെളിപ്പാടിൻ്റെയും ആത്മാവ് നാം പ്രാപിക്കുമ്പോഴാണ് ദൈവിക വചനങ്ങൾ നമുക്ക് റെവലേഷനായിട്ട് വെളിപ്പെടുന്നത്. അങ്ങനെയാണ് നമുക്ക് ജീവൻ പ്രാപിക്കുന്നത്. ഞാൻ ആമുഖമായിട്ടത് പറയുന്നു. സ്തോത്രം. സമയത്തിൻ്റെ പരിമിതികൾ മൂലം
വേഗത്തിൽ ക്രിസ്തുവിലുള്ള ഒരു പുതിയ ജീവിതത്തെക്കുറിച്ച് നമുക്ക് ചിന്തിപ്പാൻ ആഗ്രഹിക്കുന്നു. നമ്മെക്കുറിച്ച് ദൈവത്തിൻ്റെ ഒരു പദ്ധതിയാണ് നാം എല്ലാവരും ക്രിസ്തുവിൽ വളരണമെന്നുള്ളത്. അതൊരു ദൈവിക പദ്ധതിയാണ്, നമ്മുടെ കോളിങ്ങിൽ ഉള്ളതാണ്. എന്നാൽ നമ്മൾ ദൈവവചനത്തെ എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്, എങ്ങനെയാണ് അതിനെ ഉപയോഗിക്കുന്നത്, നമ്മൾ കർത്താവിനെ എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്, കർത്താവിൻ്റെ അടുത്തോട്ട് വരുമ്പോൾ നാം എങ്ങനെയാണ് കർത്താവുമായിട്ടുള്ള അപ്രോച്ച് എന്താണ്, ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കുന്ന കുറേ കൂടെ ലേഖനങ്ങൾ പഠിക്കുമ്പോഴാണ്. നമ്മൾ ഈ ദിവസങ്ങളിൽ അപ്പോസ്തല പ്രവൃത്തികൾ പഠിച്ചുകൊണ്ടിരിക്കുന്നു. എഫേസ്യ സഭ പൗലോസ് സ്ഥാപിച്ച് എങ്ങനെയാണെന്നൊക്കെ നമ്മളെല്ലാവരും ഒരുമിച്ചത് പഠിക്കുവാനിടയായി തീർന്നു. ഈ ലേഖനം ഒരു കാരാഗ്രഹ ലേഖനമാണ്. അദ്ദേഹത്തിൻ്റെ അപ്പോസ്തല 28 അധ്യായം അവസാനിക്കുമ്പോൾ അദ്ദേഹം ഒരു വീട്ടുതടങ്കലിൽ അല്ലെങ്കിൽ ബൈസ്റ്റാൻഡേഴ്സിനോട് കൂടെ റോമൻ പടയാളികൾ കാവൽ ചെയ്ത ഒരു വീട്ടിൽ ആയിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ആ സമയത്താണ് ഈ 4 ലേഖനങ്ങൾ, എഫേസ്യ, ഫിലിപ്പിയ, കൊലോസ്യ, ഫിലമോൻ, 4 ലേഖനങ്ങൾ എഴുതുവാൻ ഇടയായി തീർന്നത് ചരിത്രം പറയപ്പെടുന്നു. ഇവിടെ ക്രിസ്തുവിലുള്ള ഒരു പുതിയ ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ 2-3 കാര്യങ്ങൾ ആണ് നാം മനസ്സിലാക്കുക. ഒന്ന്, യേശു ക്രിസ്തുവിൽ നമുക്കൊരു വളർച്ച വളരെ ആവശ്യമാണ്. സ്തോത്രം. അതിന് ആധാരമായി ഒന്ന്, കർത്താവ് നമ്മെ പഠിപ്പിച്ച ഉപദേശം നാം മുറുകെ പിടിക്കുന്നവരായിത്തീരണം. സ്തോത്രം. അതിൻ്റെ 14-ാമത്തെ വാക്യം വായിച്ച, സ്തോത്രം. ഈ കാലഘട്ടത്തിൽ ഏറ്റവും വലിയ ചലഞ്ചാണ് ഉപദേശം. പല വ്യത്യസ്തപരമായ ഉപദേശങ്ങൾ. ദൈവത്തിൻ്റെ വചനം അത് ശക്തമായി നമ്മൾ യൂട്യൂബിലൊക്കെ പോയാലും ഒരുപാട് മെസ്സേജുകൾ കേൾക്കാറുണ്ട്. എന്നാൽ എല്ലാ മെസ്സേജുകളും അത് ദൈവത്തിലുള്ളതാണോ, അപ്പോസ്തലന്മാർ പഠിപ്പിച്ചതാണോ, യേശു ക്രിസ്തു പഠിപ്പിച്ചതാണോ എന്ന് നമ്മൾ വളരെ പരിശോധിക്കണം. ബെരോവയിലെ വിശ്വാസികളെപ്പോലെ തിരുവെഴുത്തുകളെ പരിശോധിക്കുന്ന നിലവാരത്തിൽ നാം ഓരോരുത്തരും വളരണം. അല്ലെങ്കിൽ വ്യത്യസ്തമായ ഉപദേശങ്ങൾ കടന്നു വന്ന് നമ്മളെ അറ്റാക്ക് ചെയ്യുകയും നമ്മളിങ്ങനെ ആടി ഉലഞ്ഞ ഒരവസ്ഥയിലേക്ക് നമ്മൾ കടന്നു പോകും. അത് നമ്മുടെ പഴയ മനുഷ്യൻ്റെ സ്വഭാവമാണ്, സ്ഥിരതയില്ലാതെ ഓടുന്നത്. ഞാനായാലും നിങ്ങളായാലും പഴയ മനുഷ്യൻ മരിച്ചില്ല എങ്കിൽ ഓരോരുത്തരുടെ ഉപദേശത്തിൽ നമ്മൾ അടിപ്പെട്ടിങ്ങനെ ആടി ഉലഞ്ഞുകൊണ്ടിരിക്കും. നമുക്ക് ഒരു കാലത്തും വളരുവാനായിട്ട് കഴിയത്തില്ല. നാം എപ്പോഴും ഒരു ശിശു സ്റ്റേജിൽ ഇരിപ്പാനിടയായിത്തീരും. അതാ പൗലോസ് എഫേസ്യ സഭയോട് പറയുന്നത്. അദ്ദേഹം വളരെ സ്നേഹിച്ച സഭയാണ്, അവിടെയുള്ള വിശ്വാസികൾ അദ്ദേഹത്തെ സ്നേഹിച്ചു. എന്നാൽ ഒരു സമയമായപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായി അവർ ക്രിസ്തുവിൻ്റെ ഉപദേശത്തിൽ നിന്ന് അല്പമായിട്ട് ഡിപ്പാർട്ട് ചെയ്ത് പോയതുകൊണ്ടാണ് ആ ലേഖനം എഴുതേണ്ടി വന്നത്. അവർ ആ സഭ ഉറങ്ങിപ്പോകാനിടയായിത്തീർന്നു. അവരുടെ സ്പിരിച്വലി അവർ ഉറങ്ങുവാനിടയായിത്തീർന്നു. ആത്മീയമായിട്ട് ഉറങ്ങിക്കഴിയുമ്പോഴാണ് കർത്താവ് പറഞ്ഞു, എപ്പോഴാ കള വിതച്ചേ? അത് ഉറങ്ങിപ്പോയപ്പോഴാ. സ്തോത്രം. അപ്പോൾ ഉറങ്ങിക്കഴിയുമ്പോൾ എന്ത് പറ്റുന്നു? പിശാച് കള വിതച്ചിട്ട് പോകും. നാം ഉണർന്നിരുന്നാൽ മാത്രമേ ഇതിനെ അറ്റാക്ക് ചെയ്ത് ഇതിനെ ക്ലിയർ ചെയ്യുവാനായിട്ട് കഴിയത്തുള്ളൂ. കള വിതയ്ക്കാതിരിക്കണമെങ്കിൽ നാം ഉണർന്നിരിക്കണം. അത് എഫേസ്യയിലെ മൂപ്പന്മാരോട് പറഞ്ഞ ആകെ ഉണർന്നിരിപ്പിൻ. സ്തോത്രം. ഹല്ലേലൂയ. അപ്പോൾ ഉപദേശം, നമ്മളിപ്പോൾ ഒരാൾ അയ്യോ ഇങ്ങനെയാണ്, അപ്പോൾ ഉടനെ നമുക്ക് തോന്നുന്നു അത് ശരിയാണല്ലോ, അയ്യോ അതാണോ ശരി. ഉടനെ നമ്മൾ കൺഫ്യൂഷനിലേക്ക് നമ്മൾ പോകാൻ പാടില്ല. നമ്മൾ കൺഫ്യൂഷനിലാണെങ്കിൽ നാം ശിശു സ്റ്റേജ്. നമ്മുടെ അടിസ്ഥാനം യേശു ക്രിസ്തുവാണ്. യേശു ക്രിസ്തുവാകുന്ന അടിസ്ഥാനത്തിലാണ് നാം പണിയപ്പെട്ടിരിക്കുന്നത്. നമ്മുടെ അടിസ്ഥാനം ഒരിക്കലും തകർന്നു പോകുവാൻ പാടില്ല. യേശു ക്രിസ്തു പഠിപ്പിച്ച ഉപദേശത്തിൽ ഉറച്ചു നിൽക്കുന്നവരായിരിക്കണം ഈ കാലഘട്ടത്തിൽ. സത്യ സുവിശേഷത്തിന് വേണ്ടി നിൽക്കുന്നവരായിരിക്കണം ഈ കാലഘട്ടത്തിൽ ദൈവമക്കൾ. അതുകൊണ്ടാണ് ഈ ദേശത്ത് ഇങ്ങനെ ഒരു സഭ ഉടലെടുക്കുവാനിടയായി തീർന്നത്, പ്രത്യേകിച്ച് ന്യൂ ബ്രൺസ്വിക്കിൻ്റെ ഈ മണ്ണിൽ. ഹല്ലേലൂയ, സ്തോത്രം. കൊലോസ്യ ലേഖനം നമ്മൾ വായിക്കുമ്പോൾ പൗലോസ് പറയുന്നുണ്ട്. കൊലോസ്യ ലേഖനം അതിൻ്റെ 2-ാം അധ്യായം
അതിൻ്റെ 7-ാമത്തെ 6-7 വാക്യങ്ങളൊന്ന് വേഗത്തിൽ വായിച്ചാട്ടെ. അപ്പൊ യേശു ക്രിസ്തുവിനെ നിങ്ങൾ കൈക്കണ്ടതുപോലെ അവൻ്റെ കൂട്ടായ്മ നടക്കണം. കൂട്ടായ്മയിൽ എങ്ങനെ നടക്കണ്ടേ? അടുത്ത ഭാഗം എങ്ങനെയാണ് യേശു ക്രിസ്തുവുമായുള്ള ഫെലോഷിപ്പ് നമ്മൾ കണ്ടിന്യൂ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് തൊട്ട് താഴെ എഴുതിയിരിക്കുന്നത്. അവനിലാണ് നമ്മൾ റൂട്ട് ചെയ്യേണ്ടത്. ഈ ലോകത്തിൽ അല്ല നമ്മൾ റൂട്ട് ചെയ്യപ്പെടേണ്ടത്. ഈ ലോകത്തിൽ റൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ക്രിസ്തുവുമായുള്ള ബന്ധത്തിൽ നമുക്ക് വളരുവാനായിട്ട് കഴിയത്തില്ല. അവനിൽ നമ്മൾ എന്ത് ചെയ്യണം? റൂട്ട് ചെയ്യണം. നമ്മുടെ റൂട്ട് യേശുവിലായിരിക്കണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ആശ്രയം ടോട്ടലി യേശു ക്രിസ്തു ആയിരിക്കണം. യിരെമ്യാവ് പ്രവാചകന്റെ പുസ്തകം 17-ന്റെ 7-ാമത്തെ വാക്യം ഒന്ന് വായിച്ചാട്ടെ. യിരെമ്യാവ് 17-ന്റെ 7 ഒന്ന് വായിച്ചാട്ടെ. യിരെമ്യാവ് പ്രവാചക പുസ്തകം 17-ന്റെ 7. യഹോവയിൽ ആശ്രയിക്കുകയും അവനാണ് ആശ്രയം. ഈ ലോകത്തിൽ നമ്മൾ ജോലി ചെയ്യുന്ന കമ്പനിയൊന്നും നമ്മുടെ ആശ്രയമല്ല. നമ്മുടെ ഈ ലോകത്തിലെ ഒന്നും തന്നെ നമ്മുടെ ആശ്രയമല്ല. നമ്മുടെ ആശ്രയം നമ്മുടെ കർത്താവാണ്. നമുക്കെപ്പോൾ ജോലി വേണം, നമ്മളെപ്പോൾ ഏത് പൊസിഷനിൽ ഇരിക്കണമെന്നൊക്കെ കർത്താവ് തീരുമാനിക്കും. നമ്മൾ അവൻ്റെ സന്നിധിത്താണ് ഇരിക്കുക. അത് ആത്മീയമായാലും ഭൗതികമായാലും. അതാണ് യേശു ക്രിസ്തുവിൽ വേരൂന്നുക എന്ന് പറഞ്ഞാൽ ടോട്ടലി എനിക്കൊരു അപ്പനുണ്ട്, എൻ്റെ അപ്പൻ അറിയാതെ എൻ്റെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കത്തില്ല. നമ്മുടെ അപ്പൻ അറിയാതെ നമ്മുടെ തലയിലെ ഒരു രോമം പോലും താഴെ വീഴുകയില്ല. സ്തോത്രം. നമ്മളവൻ്റെ മക്കളാണ്. ഇന്ന് പകൽക്കാലം നമ്മൾ എനിക്കൊരു അപ്പനുണ്ട്. അതാണ് ഏറ്റവും അധികമായി നമ്മുടെ ഫെയ്ത്ത് ഉറപ്പിക്കേണ്ടതാണ്. നമ്മുടെ ജീവിതത്തിൽ പലതും ദൈവം അനുവദിക്കുന്നതിൻ്റെ പിള്ള റൂട്ടുകൾ മനസ്സിലാക്കി നാം ദൈവസ്ഥനിൽ ക്രമീകരിക്കപ്പെടുമ്പോൾ ദൈവം ആ വിഷയങ്ങൾക്കൊക്കെ നമുക്ക് വിടുതലാക്കി തീർക്കും. ഇവിടെ പറയുന്ന യിരെമ്യാപ്രവാചകൻ പറഞ്ഞ യഹോവയിൽ ആശ്രയിക്കുക, യഹോവ തന്നെ ആശ്രയമായിരിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ അവനാണ് ബ്ലെസ്സഡ് ആയിട്ടുള്ള ഭാഗ്യവാൻ എന്ന് പറഞ്ഞാൽ ഇവിടെ ലോട്ടറി അടിച്ച ഭാഗ്യത്തെക്കുറിച്ചല്ല പറയുന്നത്. ദുബായ് ഡ്യൂട്ടി ഫ്രീ ഷോപ്പിലെ $10 മില്യൺ അടിച്ച കഥയല്ല ഇവിടെ പറയുന്നത്. നമ്മൾ ബ്ലെസ്സഡാന്ന് പറയുന്നത് ഒരു വ്യക്തി എപ്പോൾ അനുഗ്രഹിക്കപ്പെടുന്നത് ചോദിച്ചാൽ നമ്മുടെ വസ്തുവകകളല്ല, നമ്മുടെ യാതൊന്നുമല്ല. നമ്മൾ കർത്താവിൽ നിങ്ങളെ എങ്ങനെ ആശ്രയിക്കുന്നു എന്നുള്ളതാണ് ഒരു വ്യക്തി ബ്ലെസ്സഡ് ആയിട്ട് മാറുന്നതിൻ്റെ ഏറ്റവും അടിസ്ഥാനകരമായ കാര്യം. സ്തോത്രം. അതുകൊണ്ട് നന്മയും കരുണയും ആയുഷ്കാലമൊക്കെ നമ്മെ പിന്തുടരും. നാം ദൈവത്തിൽ ആശ്രയിച്ചു കഴിഞ്ഞാൽ നമുക്ക് വരേണ്ടതെല്ലാം നമ്മളെ ഫോളോ ചെയ്തുകൊണ്ടേയിരിക്കും. നമ്മൾ അതിനെ ഫോളോ ചെയ്യേണ്ട ആവശ്യമില്ല. സ്തോത്രം. അവനിൽ വേരൂന്നുക എന്ന് പറഞ്ഞാൽ കർത്താവിനെ ടോട്ടലി ഡിപ്പെൻഡ് ചെയ്യുക. ഈ ലോകത്തിൽ ഡിപ്പെൻഡ് ചെയ്യുവാൻ കണ്ണടച്ച് പൊട്ടന്മാരെ പോലെ വിശ്വസിക്കുവാൻ ഒരാൾ മാത്രമേ ഉള്ളൂ. അത് കർത്താവായ യേശു ക്രിസ്തുവാണ്. അവനാണ് നമുക്ക് കാൽവറിയിൽ നമുക്ക് വേണ്ടി ജീവനെ തന്നത്. അടുത്ത യിരെമ്യാവ് 17 തൊട്ട് താഴെ എൻ്റെ 8-ാമത്തെ വാക്യം. അവൻ വെള്ളത്തിനരികെ നട്ടിരിക്കുന്നതും അവൻ ആറ്റരികെ വേരൂന്നിയ ഒരു വൃക്ഷം എന്ന് പറഞ്ഞാൽ എപ്പോഴും വെള്ളം ഇങ്ങനെ ഊറ്റി കുടിച്ചുകൊണ്ടേയിരിക്കും. എത്ര ഉഷ്ണം വന്നാലും എത്ര പ്രയാസം വന്നാലും തകർന്നു വന്ന് തോന്നിയാലും അവൻ തകർന്നു പോകുകയില്ല. എന്തെല്ലാം പ്രതിസന്ധി വന്നാലും സ്തോത്രം. ഇനി COPR കിട്ടിയില്ലെങ്കിലും വേറെ സ്തോത്രം. PR ഞാൻ വന്നുകൊണ്ട് പറയല്ല, അത് വന്നില്ലെങ്കിലും നമ്മൾ അത് തക്ക സമയത്ത് ദൈവം റിലീസ് ചെയ്യും. നമ്മുടെ വേര് അവനിലാണെങ്കിൽ ഹല്ലേലൂയ സ്തോത്രം. നമുക്ക് ഒരു വളർച്ച, നമുക്ക് ആ വളർച്ച വേണമെങ്കിൽ റൂട്ട് അവിടെ നിൽക്കണം. വെള്ളം എന്തിനെ കാണിക്കുന്നു വെച്ചാൽ ദൈവത്തിൻ്റെ വചനമാണ്. അത് അവിടെ ഉപയോഗിച്ചിരിക്കുന്ന മെറ്റഫോർ വാട്ടർ എന്നാണ്. ദൈവത്തിൻ്റെ വചനം നമ്മളത് അതിനകത്ത് റൂട്ട് ചെയ്യണം. അതാണ് കഴിഞ്ഞ ദിവസങ്ങളിലെ കർത്താവിൻ്റെ ദാസനിലൂടെ യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായത്തിൽ നമ്മൾ കേട്ടത്. എൻ്റെ വചനം നിങ്ങളെന്നിലും വസിച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യും? ചോദിക്കുന്നത് അല്ലെ അപേക്ഷിക്കുന്നത് അല്ലെങ്കിൽ ചോദിക്കുന്നത് അത് നിങ്ങൾക്ക് ദൈവം ചെയ്തു തരും.
അവർ വളരെ ഫ്രൂട്ട്ഫുൾ ആയിരിക്കും, നല്ല ഫലം കായ്ക്കുന്നവരായിത്തീരും. ഞാനായാലും നിങ്ങളായാലും വളരെ ഫലമുള്ളവരായിത്തീരും. ഇവിടെ കൊലോസ്യയിലും എഫെസോസ് സഭയിലും നേരിട്ട പ്രശ്നങ്ങൾ ഒന്ന് തന്നെയാണ്, വ്യത്യസ്തമായ നിലവാരങ്ങളിലാണെന്ന് മാത്രം. അവിടെ അതുകൊണ്ട് പൗലോസ് അവരെ ഇന്ന് കേട്ടതുപോലെ അവരെ എൻകറേജ് ചെയ്യാണ്. അവരെ തളർന്നു പോകാവുന്ന, വീക്കായി പോകാവുന്ന സാഹചര്യത്തിൽ ഈ ലേഖനം എഴുതപ്പെടും. അവരെ ഉറപ്പിക്കുകയാണ് ദൈവവചനത്തിൽ. അതുകൊണ്ട് അവിടെ നമുക്ക് മടങ്ങി കൊലോസ്യ ലേഖനത്തോട്ട് വരുമ്പോൾ 2-ന്റെ 7-ാമത്തെ വാക്യം, വേരൂന്നി അവനിൽ വേരൂന്നിയാലേ നമുക്ക് ആത്മീക വർധനം ഉണ്ടാകത്തുള്ളൂ. എഡിഫിക്കേഷൻ വേണം, അവനിൽ വേരൂന്നണം. ഈ ലോകത്തിലെ സിനിമയും കണ്ട് സീരിയലും കണ്ട നമുക്കൊരു ആത്മീക വർധനം ഉണ്ടാകത്തുമില്ല, ഒരു വളർച്ച ഉണ്ടാകത്തില്ല. കുഞ്ഞുങ്ങളെ ദിവസങ്ങളിലൊക്കെ നിങ്ങൾക്ക് ആത്മീക വർധന വരുത്തുന്ന അതൊക്കെ കാണാവൂ പ്രിയമുള്ളവരെ. എത്രയോ വീരന്മാർ, മിസ്റ്ററിമാരുടെ ചരിത്ര കഥകളുണ്ട്. അതൊക്കെ നമ്മളെ ഒത്തിരി എൻകറേജ് ചെയ്യും. അല്ല ഈ ഹൊറർ മൂവികളും മറ്റൊന്നും കണ്ട് പിശാചുകളെ ഡിസ്ട്രാക്ട് ചെയ്തുകൊണ്ട് പോകരുത്. പണ്ടൊരു പയ്യൻ, അവനിങ്ങനൊരു ഹൊറർ മൂവി കാണും. അതിനകത്ത് ഇങ്ങനെ ഷൂട്ട് ഇങ്ങനെ ഷൂട്ട് ചെയ്യുന്ന, തോക്ക് എടുത്തുകൊണ്ട് ഇങ്ങനെ ഷൂട്ട് ചെയ്യുന്ന ഒരു വീഡിയോ കണ്ട് അവൻ്റെ അകത്ത് പിശാച് കയറി. അവൻ്റെ വീട്ടിൽ തോക്കുണ്ടായിരുന്നു, അതെടുത്ത് അവൻ്റെ അപ്പനെ അമ്മയും വെടിവെച്ചു കൊന്നു. നമുക്കെല്ലാം കാണാൻ പറ്റത്തില്ല. അതുകൊണ്ട് പൗലോസ് കൊരിന്ത്യർ സഭയ്ക്ക് ലേഖനം പറയുന്നു, സകലത്തിന് എനിക്ക് കർത്തവ്യം ഉണ്ട്, എങ്കിലും സകലവും പ്രയോജനമുള്ളതല്ല. നമ്മളെ എഡിഫൈ ചെയ്യുന്നത് മാത്രമേ നമ്മൾ കാണാവൂ. അതിന് ഇവിടെ സ്തോത്രം കൊലോസ്യരോട് പൗലോസ് പറയുന്ന, നിങ്ങൾക്ക് ഉപേക്ഷിച്ച് തന്നതിന് ഒത്തവണ്ണം വിശ്വാസത്താൽ ഉറച്ചും സ്തോത്രത്തിൽ കവിഞ്ഞുമിരിപ്പിൻ. ഇതാണ് ക്രിസ്തുവിലുള്ള ഒരു വളർച്ചയുടെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള ഒരു കാര്യം. ഇതൊരു അടിസ്ഥാനമാണ്. സ്തോത്രം. കുഞ്ഞുങ്ങളെല്ലാം ഇവിടെ ശ്രദ്ധിച്ചാട്ടെ, ദൈവത്തിൻ്റെ വചനമാണ്. നിങ്ങളുടെ ക്ലാസ്സിൽ നിങ്ങളിങ്ങനെ ബഹളം ഉണ്ടാക്കിയാൽ നിങ്ങളെങ്ങനെയായിരിക്കും? സ്തോത്രം. ഹല്ലേലൂയ. അവിടെ പൗലോസ് ഇത് തന്നെയാണ് എഫേസ്യരോട് പറയുന്നത്, വിശ്വാസത്താൽ ഉറയ്ക്കുക. നമ്മളെ വിശ്വാസത്താൽ ഉറയ്ക്കുക എന്ന് പറഞ്ഞാൽ നമുക്കൊരു ഫെയ്ത്ത് ഉണ്ട്, അത് അതിവിശുദ്ധ വിശ്വാസമാണ്. നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങളോട്, നിങ്ങളോടൊക്കെ എനിക്ക് പറയാനുള്ള മെസ്സേജ്, നിങ്ങൾ ഈ ലോകത്തിനുള്ളവരല്ല, നാം ഈ ലോകത്തിനുള്ളവരല്ല. സ്തോത്രം. നമ്മൾ കർത്താവിനുള്ളവരാണ്. അവനോടുകൂടെ വാഴേണ്ട രാജകീയ പുരോഹിത വർഗമാണ്. രാജകീയ പുരോഹിത വർഗം, രാജാക്കന്മാരോട് കൂടെ വാഴുന്ന റോയൽ ഫാമിലി തോന്നിയതുപോലെ നടക്കാൻ പറ്റത്തില്ല. സ്തോത്രം. രാജാവിൻ്റെ സ്റ്റാൻഡേർഡ് അനുസരിച്ച് വേണം നമ്മൾ ജീവിക്കാൻ. അവൻ്റെ യോഗ്യതയ്ക്കൊത്ത വേണം നമ്മൾ നടക്കാനായിട്ട്. ഞാൻ ഈ ഭാഗം വിടുന്ന എഫേസിൽ മടങ്ങി വരികയാണ്. ഇപ്പം ക്രിസ്തുവിൻ്റെ വളർച്ചയെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഒന്ന്, ഉപദേശത്തിൽ ഉറയ്ക്കുക, ക്രിസ്തുവിനെ ടോട്ടലി നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുക, വിശ്വാസത്തിൽ ഉറയ്ക്കുക, ദൈവം നമ്മുടെ മേൽ പരമേൽപ്പിക്കപ്പെട്ടിരിക്കുന്ന നിത്യമായ ജീവനിൽ നമ്മളെ മുറുകെ പിടിച്ചുകൊണ്ട് മുന്നോട്ട് യാത്ര ചെയ്യുക. എഫേസിൽ മടങ്ങി വരുമ്പോൾ പൗലോസ് പറയുന്നു, ജാതികൾ നടക്കുന്നത് പോലെ നിങ്ങൾ നടക്കരുത്. അതിൻ്റെ 17-ാമത്തെ വാക്യം, എഫേസ്യർ 4:17. നമുക്കിനി ജാതികൾ, അല്ലെങ്കിൽ നമ്മൾ വിശ്വാസി വരുന്നതിന് മുമ്പ് നടന്നതുപോലെ നമുക്കിനി നടക്കുവാനായിട്ട് പറ്റത്തില്ല. ഒന്ന് വായിച്ചാട്ടെ. ഞാൻ കർത്താവിൽ സാക്ഷീകരിച്ച് പറയുന്നത് എന്തെന്നാൽ, നിങ്ങളിനി എഫേസ്യരോട്, നിങ്ങൾ ഇനി അതുപോലെ നടക്കാൻ പാടില്ല. ഇത് പൗലോസ് എഫേസ്യരോട് പറയുകയാണ്. നമുക്ക് ഈ കാലഘട്ടത്തിൽ ഇതിൻ്റെ ആപ്ലിക്കേഷൻ എന്താണ്? സ്തോത്രം. എനിക്കും നിങ്ങൾക്കും ഈ ലോകത്തിൻ്റെ രീതിയിൽ, കാലഗതിയിൽ നടക്കുവാനുള്ള വ്യവസ്ഥയില്ല. ഞാൻ ഒന്നുകൂടെ സിംപ്ലിഫൈ ചെയ്ത് പറഞ്ഞാൽ, നമ്മൾ ഈ വിശ്വാസത്തിൽ വരുന്നതിന് മുമ്പ് നമ്മൾ എങ്ങനെ ജീവിച്ചോ അത് വിശ്വാസശേഷം ജീവിക്കാൻ പാടില്ല.
വിശ്വാസത്തിൽ വരുന്നതിന് മുമ്പ് നമ്മുടെ പണത്തോടുള്ള നമ്മുടെ ആറ്റിറ്റ്യൂഡ് എങ്ങനെയാണ്, നമ്മുടെ ലോകത്തോടുള്ള നമ്മുടെ സമീപനം എങ്ങനെയാണ്, കുടുംബത്തോട്, വ്യക്തികളോട്, സഭയോട് ഒക്കെയുള്ള സമീപനം, കുടുംബത്തോട്, കുഞ്ഞുങ്ങളോട് ഒക്കെയുള്ള സമീപനം എങ്ങനെയാണ്, ഈ വിശ്വാസത്തിൽ വന്ന ശേഷമുള്ള നമ്മുടെ അപ്രോച്ച് എന്താണ്, അത് തന്നെ കണ്ടിന്യൂ ചെയ്ത് പിന്നെയും തുടരുന്നുവെങ്കിൽ നാം ക്രിസ്തുവിൽ വളർന്നിട്ടില്ല, ശിശുക്കളായിരിക്കുകയാണ്. അതാണ് നമ്മളൊന്നുകൂടെ സിംപ്ലിഫൈ ചെയ്ത് നമുക്ക് പഠിക്കുന്നത്. എൻ്റെ ഈ ആത്മീയ ജീവിത ശിശുസ്ഥേതിയിലാണെങ്കിൽ സ്തോത്രം, അല്ലെങ്കിൽ ഞാൻ ഇപ്പോഴും ലോകത്തിൻ്റെ സിസ്റ്റത്തെയാണ് ഫോളോ ചെയ്യുന്നത്, ദൈവത്തിൻ്റെ വചനത്തെ ഞാൻ ഫോളോ ചെയ്യുന്നില്ല. നമുക്ക് അതിൻ്റെ 19 വാക്യം ഒന്ന് വായിച്ചാട്ടെ. അത് എഫെസോടുള്ള ഒരു ദൂതാണത്. ദൈവത്തിൻ്റെ ജീവനിൽ നിന്ന് അകന്നു പോയാൽ നമുക്ക് പറ്റാവുന്ന ഒരു കാര്യം, നമ്മുടെ ഹൃദയം കഠിനപ്പെട്ടു പോകും. നമ്മുടെ ഹൃദയം കഠിനപ്പെടാതിരിക്കാനാണ് നമ്മൾ ഈ സഭായോഗങ്ങളിലും എല്ലാ കൂട്ടായ്മകളിലും പങ്കെടുക്കുന്നത്. ദൈവത്തിൻ്റെ ജീവൻ എന്ന് പറഞ്ഞ എന്താ? ദൈവത്തിൻ്റെ വചനമാണ്. അതുകൊണ്ടാണ് എബ്രായ ലേഖനം 4:12 പറയുന്നു, ദൈവത്തിൻ്റെ വചനം ജീവനും ചൈതന്യവുമുള്ളതാണ്. അപ്പോൾ ദൈവത്തിൻ്റെ വചനം എന്ന് പറയുന്നത് അതാണ് ദൈവത്തിൻ്റെ ജീവൻ എന്ന് പറയുന്നത്. ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് നമ്മൾ അകന്നു പോയാൽ നമ്മുടെ ജഡം എന്ത് ചെയ്യും? ചീർത്തു വരും. ആരുടെ ആയാലും, പ്രസംഗിക്കുന്ന എൻ്റെ ആയാലും കേൾക്കുന്ന നിങ്ങളുടെ ആയാലും ജഡം ചീർത്തു വരും. ദൈവത്തിൻ്റെ ജീവനിൽ നിന്ന് ദൈവവചനം നമ്മുടെ അകത്ത് വസിച്ചാൽ മാത്രമേ നമ്മുടെ ഹൃദയത്തിൻ്റെ ഹാർഡ്നെസ് മാറത്തുള്ളൂ. എബ്രായ ലേഖനത്തിൽ പൗലോസ് പറയുന്നുണ്ട്, ദൈവത്തിൻ്റെ പിന്മാറിപ്പോകുന്ന ആൾക്കാരെ, ബാക്ക് സൈഡ് ചെയ്തു പോകുന്ന ആൾക്കാരെ ഹൃദയം കഠിനപ്പെട്ടതാണ്. യേശുവിനെ വിശ്വസിക്കാത്ത ഒരു കൂട്ടം ആൾക്കാരുടെ ഹൃദയം കഠിനപ്പെട്ടു പോയി. അതുകൊണ്ട് അവർ യേശുവിനെ ക്രൂശിക്കാനിടയായി തീർന്നത്. നമ്മൾ അൾട്ടിമേറ്റ്ലി നമ്മൾ ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് അകന്നകന്ന് ലോകത്തിൻ്റെ മോഹങ്ങൾ കടിപ്പെട്ട് ജീവിച്ചു കഴിഞ്ഞാൽ നമ്മെ മലിനീകരിച്ച നിയമ രക്തത്തെ നമ്മൾ ചവിട്ടിക്കളയുകയാണ് ചെയ്യുന്നത്. അത് എബ്രായ ലേഖനം പറഞ്ഞു. അവരെ പിന്നെയും പുതുക്കുവാൻ കഴിവുള്ളതല്ല. അപ്പോൾ നമ്മൾ എന്തിനാണ് സഭായോഗങ്ങളിലേക്ക് വരുന്നത്? സഭായോഗങ്ങളും ആരാധനകളും പെർഫോമൻസ് അല്ല, അത് യേശുവിൻ്റെ ജീവനുമായുള്ള ബന്ധത്തിൽ എനിക്കൊരു വളർച്ചയ്ക്ക് വേണ്ടിയിട്ടാണ് ഞാൻ എൻ്റെ മീറ്റിങ്ങുകളിൽ കടന്നു വരികയും കർത്താവിനെ മഹത്വപ്പെടുത്തുകയും പാടുകയും സ്തുതിക്കുകയും ചെയ്യുന്നത്. എൻ്റെ ആത്മീക വർധനയ്ക്കും ആത്മീക വളർച്ചയ്ക്കുമാണ്. അതിന് പൗലോസ് ഒരു 15-ാമത്തെ വാക്യത്തിൽ ഉദാഹരണം പറയുന്നുണ്ട്. സ്നേഹത്തിൽ സത്യം സംസാരിച്ചുകൊണ്ട് ക്രിസ്തു എന്ന തലയോളം സകലത്തിലും വളരുവാനിടയായിത്തീരും. സ്നേഹത്തിൽ സത്യം സംസാരിക്കുക. ഞാൻ നിങ്ങളോട് പറയുന്നത്, സ്നേഹത്തിലല്ല എങ്കിൽ നിങ്ങൾക്കത് മുറിവേൽക്കും. നിങ്ങളെ മുറിവേൽപ്പിക്കാനല്ല. കർത്താവ് പറഞ്ഞു, ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനം നിങ്ങൾ ഇപ്പോൾ കേട്ടപ്പോൾ ഒന്നുകൂടെ ശുദ്ധിയുള്ളവരായി തീർന്നു. വചനം നമ്മളെ ശുദ്ധീകരിക്കുന്നതാണ്, അത് നമ്മളെ ട്രാൻസ്ഫോം ചെയ്യുന്നതാണ്, അത് നമ്മുടെ അകത്തൊരു വെളിച്ചം പകരുന്നതാണ്. നമ്മൾ കേട്ട പ്രബോധനങ്ങളും സാക്ഷ്യങ്ങളെല്ലാം അതാണ്. ദൈവത്തിൻ്റെ വചനം നമ്മുടെ അകത്തോട്ട് വരുമ്പോൾ നമുക്കൊരു ബലമായി മാറും, നമുക്കൊരു ശക്തിയായി തീരും. സ്തോത്രം. ചതഞ്ഞ ഓട അവൻ ഒടിക്കുകയില്ല എന്ന് പറഞ്ഞ പോലെ. അപ്പം ചിലർ ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നത് കൊണ്ടാണ് ഈ വചനം ഇങ്ങനെ സംസാരിക്കുന്നത്, മുറിവേൽപ്പിക്കാനുള്ളതല്ല. ചിലർ പർപ്പസ്ലി, ഇവിടുത്തെ കാര്യമല്ല, ചിലയിടത്ത് ഈ വചനത്തിൽ കൂടെ വെട്ടിയും കുത്തിയും ചെയ്യുന്ന ആൾക്കാരുണ്ട്. ശരിക്കും ഇവർക്കൊക്കെ തോന്നുമ്പോൾ അവർക്കൊക്കെ ഒത്തിരി എക്സ്പീരിയൻസ് ഉള്ളതാണ്. അവരുടെ പപ്പാമാരൊക്കെ IPCയിലെ സഭാ ശുശ്രൂഷരൊക്കെ ആയിരുന്നുകൊണ്ട് അവർക്ക് ഇതൊക്കെ അറിയാം. അപ്പോൾ ഈ വചനമെടുത്ത് വെട്ടാനും നുറുക്കാനും ഒന്നും ഉള്ളതല്ല ദൈവത്തിൻ്റെ വചനം. അത്
അത് മുറിവേൽപ്പിക്കുന്നത്. അതിനകത്ത് കുറേ കാര്യങ്ങൾ പറഞ്ഞ്, അപ്പം നമ്മൾ പറയുന്നത് സ്നേഹത്തിൽ സത്യം പറയുക. അപ്പം അവൻ മുറിവേൽക്കത്തില്ല, വേണ്ടിടത്ത് നമ്മൾക്ക് വളരുവാനിടയായിത്തീരും. കർത്താവ് അതാ എപ്പോഴും ചെയ്തത് തൻ്റെ ശിഷ്യന്മാരുടെ അടുത്തൊക്കെ. സ്തോത്രം. പൗലോസും അതാ ചെയ്തത്. പൗലോസ് അവരെ സ്നേഹിച്ചുകൊണ്ട് എല്ലാ ലേഖനങ്ങളും എഴുതുന്നത്. സ്തോത്രം. അപ്പൻ്റെ ഭാര്യയെ വെച്ചുകൊണ്ടിരുന്നവനോട് പോലും അവനെ മാനസാന്തരപ്പെടുത്തി അവനെ ദൈവകൃപയിൽ കൊണ്ടുവന്ന അപ്പോസ്തലനാണ് പൗലോസ്. സ്തോത്രം. ഞാൻ പ്രസംഗം നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഇത് ഇത്തിരി കോംപ്ലിക്കേറ്റഡ് ആയിട്ട്, കാര്യം നമ്മുടെ മൈൻഡ് സെറ്റിലോട്ടിത് കയറാൻ അല്പം ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അടുത്ത 16-ാമത്തെ വാക്യം, ശരീരം മുഴുവനും വായിച്ചാട്ടെ. നിങ്ങളൊക്കെ മിക്കവാറും എല്ലാ നഴ്സുമാരാണല്ലോ. സ്തോത്രം. അപ്പം നമ്മളെ മെഡിക്കൽ സയൻസുകൾ പഠിച്ചതാണ്. ഒരു മനുഷ്യശരീരത്തിൻ്റെ തല, അതിൻ്റെ മുഴുവൻ അവയവങ്ങൾ, അതിനകത്ത് ഈ നമ്മുടെ ബ്രെയിനിൽ നിന്നെല്ലാം ഓരോ നെർവുകൾ ഓരോ അവയവങ്ങളിൽ കണക്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞത് ശരിയാണ്, തെറ്റാണെങ്കിൽ നിങ്ങൾ എന്നോട് ക്ഷമിക്കണം, അതേ പറയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ആ നെർവ് സിസ്റ്റം, ഇപ്പം കൈ ഇപ്പം എന്തുകൊണ്ടാണ് ചലിക്കുന്നത്? നമുക്ക് കമാൻഡ്മെൻറ്റ് കൊടുക്കുമ്പോൾ ബ്രെയിനിലോട്ട് പറയുകയാണ് കൈ പൊക്ക് താക്ക്. ബ്രെയിനിൻ്റെ ഇത് പിന്നെ കമാൻഡ് വരുമ്പോൾ ചെയ്യുന്നത്. ഈ നെർവുണ്ട്, ഇത് ഇങ്ങനെ കട്ട് ചെയ്ത് കഴിയുമ്പോൾ തളർന്നു പോകും. പൊക്കാനും പറ്റത്തില്ല, താക്കാനും, കാര്യം കണക്ഷൻ വിട്ടുപോയി. എല്ലാ അവയവങ്ങളും കണക്ഷൻ വിട്ട് കഴിയുമ്പോൾ തളർന്നു പോകുന്നു. ഇത് ഇവിടെ പൗലോസ് ഒരു വെളിപ്പാടായിട്ടാണ് പറയുന്നത്. പൗലോസ് പറയുന്നത്, ക്രിസ്തുവാകുന്ന തലയിൽ നിന്ന് നിങ്ങൾ ഡിസ്കണക്ട് ചെയ്തപ്പെട്ടാൽ നിങ്ങൾ ശിശുക്കളായിത്തീരും, വളരാൻ പറ്റത്തില്ല. സ്തോത്രം. അതുകൊണ്ടാണ് എഫെസ്യർ 3-ാം അധ്യായത്തിൽ എടുക്കണ്ട, അവിടെ പറയുന്നു, നിങ്ങളൊരു കാര്യം പ്രാർത്ഥിക്കണം, ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തം പരമായി നമ്മൾ വ്യാപരിക ശക്തിയാൽ കഴിയും മഹത്വം. അവിടെ ചോദിക്കുന്നത് നനയ്ക്കുന്നത് കാര്യങ്ങളെക്കുറിച്ച് മുകളിൽ എഴുതിയിട്ടുണ്ട്. നമ്മളതൊക്കെ എടുത്ത് നമ്മുടെ ഭൗതികമായിട്ട് കണക്ട് ചെയ്യും. അത് തെറ്റൊന്നുമില്ല, കാരണം കർത്താവ് അങ്ങനെയുള്ള മഹാകരുണയും ദീർഘക്ഷമയുള്ളവനാണ്. കർത്താവ് നമ്മൾ ചോദിച്ചാലൊക്കെ തരും. അതുകൊണ്ടാണ് നമ്മളൊക്കെ ഇവിടെ വന്നത്. എവിടെയോ കിടന്ന് നമ്മളെയൊക്കെ പിടിച്ച് ഈ ദേശത്ത് കൊണ്ടുവന്ന് ഈ ദേശത്തിൻ്റെ വിടുതലിനായിട്ട് കൊണ്ടുവന്നത് നമ്മൾ പോലും നനച്ച കാര്യമല്ല. നമ്മൾ കർത്താവ് തരും. നമ്മളത് എടുക്കുന്നതിലൊരു തെറ്റൊന്നും ഞാൻ പറയത്തില്ല. പക്ഷേ അതിൻ്റെ കോണ്ടെക്സ്റ്റ് വേറെയാണ്. അതിൻ്റെ കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത്, പൗലോസ് പറയുന്നത്, നിങ്ങൾ ചോദിക്കേണ്ട നനയ്ക്കേണ്ട കാര്യങ്ങൾ ഇതൊക്കെയാണ്. എന്താണ്? നിങ്ങളുടെ അകത്തെ മനുഷ്യൻ എന്ത് ചെയ്യണം? സ്ട്രോങ് ആവണം. വേണമെന്ന് നമുക്കൊന്ന് വായിക്കാം. സമയം തീരെ കുഴപ്പമില്ല, ഞാൻ നിർത്തും സമയത്തിന്, നോ പ്രോബ്ലം. 3-ന്റെ അതിൻ്റെ 17 അല്ല, അതിൻ്റെ 14, അത് മുത്തേ സ്വർഗത്തിലും ഭൂമിയിലുള്ള സകല കുടുംബത്തിനും പേര് തരുവാൻ കാരണമായ പിതാവിൻ്റെ സന്നിധിയിൽ മുട്ടുകുത്തുന്നു. അതേ ലിറ്ററലി മുട്ടുകുത്തി പ്രാർത്ഥിക്കുക എഫെസ് സഭയ്ക്ക് വേണ്ടി കണ്ണുനീരോടെ. സ്തോത്രം. നമുക്ക് മുട്ടുകുത്തിയ കാലം പറഞ്ഞ് മുട്ടുകുത്തിയാൽ പിന്നെ എഴുന്നേക്കാൻ പാടാണ്. അതിൻ്റെ 16-ാമത്തെ വാക്യം തൊട്ട് വേഗത്തിലൊന്ന് വായിച്ചാട്ടെ. അപ്പോൾ പൗലോസ് എഫെസോ ഒരു ചർച്ചിനെ പറ്റിയുള്ളൊരു കോൺസെപ്റ്റാണ് പറയുന്നത്. നിങ്ങൾക്കകത്ത് നിങ്ങളുടെ ഇന്നർമാൻ, നിങ്ങളുടെ അകത്തെ ആത്മാവ് ശക്തിപ്പെടണം. ആത്മാവ് ശക്തിപ്പെട്ടില്ലെങ്കിൽ അത് തളർന്നു പോയാൽ ആര് ശക്തിപ്പെടും? ജഡം. കാര്യം അതിൽ നല്ല ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇറച്ചിയും മീനും കൊഴുപ്പുള്ള സാധനങ്ങളൊക്കെ ഇങ്ങനെ കഴിച്ച് അതെന്ത് ചെയ്യും? അത് ലൗകികമായ ചിന്തകളിലും മോഹങ്ങളിലും ദേഹി ഇങ്ങനെ വളർന്നുകൊണ്ടേയിരിക്കും. സ്തോത്രം. എന്നാൽ ആത്മാവ്, വചനം, പ്രാർത്ഥന, കൂട്ടായ്മ, ഇതിൽ കൂടെ നമ്മൾ എന്ത് ചെയ്യും? ഭക്ഷിച്ച് അകത്തെ മനുഷ്യൻ സ്ട്രോങ് ആവും. നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കണം, കർത്താവേ എൻ്റെ അകത്തെ മനുഷ്യനെ ഒന്ന് സ്ട്രോങ് ആക്കണം. അകത്തെ മനുഷ്യൻ സ്ട്രോങ് ആയാൽ ഇവിടുത്തെ ഒരു കാര്യങ്ങളും നമ്മെ ബാധിക്കത്തില്ല. സാമ്പത്തിക ഞെരുക്കമുണ്ടെന്നോ, ഒരാളെന്നെ ചീത്ത വിളിച്ചെന്നോ, ഒരാൾ അപമാനിച്ചോ നിന്ദിച്ചെന്നോ ഒക്കെ വരുമ്പോൾ നമ്മൾ തളർന്നു പോകത്തില്ല. അല്ലെങ്കിൽ ഞാനായാലും നിങ്ങളായാലും തളർന്നു പോകും. കാരണം നമ്മുടെ അകത്തെ മനുഷ്യൻ അത്രയും വളർന്നിട്ടില്ല. അകത്തെ മനുഷ്യൻ ശക്തിപ്പെടുന്നതാണ് ക്രിസ്തുവിലുള്ളൊരു വളർച്ച എന്ന് പറയുന്നത്. അതുകൊണ്ട്
പൗലോസ് പറയുന്നു, ചോദിക്ക് നനയ്ക്കുന്നതിലും അത്യന്തം പരമായി നമ്മളിൽ വ്യാപരിക്കുന്ന ശക്തി അത് കഴിയും. ഈ ദിവസം നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് സ്തോത്രം, ഹല്ലേലൂയ, ഇങ്ങനെയുള്ള മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ സ്തോത്രം ചെയ്താൽ മതി. അതിനകത്ത് കിടന്ന് നെടുവീർപ്പിട്ട് അലഞ്ഞു പ്രാർത്ഥിക്കേണ്ട. അതാണ് നമ്മൾ ഇന്ന് കേട്ടത്. സ്തോത്രം, എല്ലാത്തിനും അങ്ങ് സ്തോത്രം ചെയ്താൽ മതി. നമ്മൾ പ്രാർത്ഥിക്കണം നമ്മുടെ സ്പിരിച്വൽ ലൈഫ് വളരാൻ, നമ്മുടെ ആത്മ മനുഷ്യനെ വളരുവാൻ, ഇന്നർമാൻ, അകത്തെ മനുഷ്യൻ ശക്തിപ്പെടാൻ വേണ്ടി ദിവസങ്ങളിൽ ദൈവസഭയോട് പരിശുദ്ധാത്മാവ് നിങ്ങളോട് ഈ വചനത്തിൽ കൂടെ ദൂത് പറയുകയാണ്. നിങ്ങൾ ദിവസങ്ങൾ ശക്തമായി പ്രാർത്ഥിക്കണം. അകത്തെ മനുഷ്യൻ സ്ട്രോങ് ആയാൽ പിന്നെ ഇതൊന്നും ഒരു വിഷയമല്ല. ബാക്കിയല്ലേ ജഡം വളർന്നാൽ ഭയങ്കര പ്രശ്നമായി തീരും. ഇനി പറയുന്നു, ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൻ്റെ വീതി, നീളം, ഉയരം, ആഴം, ഉയരം, വീതി, നീളം, ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കാൻ എല്ലാ വിശുദ്ധന്മാരുമായിട്ട് നമ്മൾ മനസ്സിലാക്കുന്നത് മറ്റുള്ളവർ സ്നേഹിക്കുമ്പോഴാണ്. അയ്യോ, ഞാൻ എന്നെ നോക്കി ഒരാൾ പറയാം, ഇവനെയൊക്കെ എങ്ങനെ കർത്താവ് സ്നേഹിച്ചു? അതാ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൻ്റെ നീളവും വീതി, ആഴവും, ഉയരം. ഒരു വിശുദ്ധൻ വന്ന് വേറൊരു വിശുദ്ധനെ നോക്കിയിട്ടു ഇവനെയൊക്കെ എങ്ങനെ സ്നേഹിച്ചു? അപ്പോൾ നമുക്ക് സകല വിശുദ്ധന്മാരോട് മനസ്സിലാക്കാനായിട്ട് പറ്റും. സ്തോത്രം. നമ്മൾ അവിടെ ചെല്ലുമ്പോഴാണ് നമ്മൾ പിന്നെയും വണ്ടടിക്കുന്നത്. ഞാൻ ആ ഭാഗം വിടുന്നു സമയത്തിൻ്റെ. ക്രിസ്തുവിൻ സ്നേഹത്തെ അറിയുവാനും പ്രാപ്തരാകുകയും ദൈവത്തിൻ്റെ എല്ലാ നിറവിനോളം നിറഞ്ഞു വരികയും വേണമെന്നും പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയാണ്. ഞാൻ ഈ ഭാഗത്തോട്ട് മടങ്ങി വരുന്നു. ജാതികൾ നടന്ന പോലെ നമുക്ക് നടക്കാൻ പറ്റത്തില്ല. സ്നേഹത്തിൽ സത്യം സംസാരിക്കുക, മറ്റുള്ളവരെ മുറിവേൽപ്പിക്കുന്നവരായിട്ടില്ല. അത് സ്നേഹത്തെ ഒരു വാക്യം, സ്നേഹത്തിൽ സത്യം സംസാരിക്കുക. എൻ്റെ 29 ആ വാക്യം, 4:29, എഫേസ്യർ 4:29. അത് സ്തോത്രം, അത് വളരെ നമ്മൾ ആപ്ലിക്കബിൾ ആയിട്ടുള്ളൊരു വചനമാണ്. എൻ്റെ വാക്ക് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ മുറിവേൽപ്പിക്കുന്നതായി തീരല്ല. എൻ്റെ വാക്ക് ഒരാളെ ഡിസ്കറേജ് എന്ന് കേട്ടാൽ അത് തന്നെ, അതെല്ലാം കണ്ടിന്യൂഷൻ. ഡിസ്കറേജ് ചെയ്ത, അല്ലെങ്കിൽ അവൻ തളർത്തുന്നതോ അവനെ ആത്മീയമായി ശോഷിപ്പിക്കുന്നവർ അവനെ എൻകറേജ് ചെയ്യുന്നു പറഞ്ഞാൽ നിങ്ങളുടെ ഒരു വാക്ക് അവനൊരു ഭയങ്കര ആത്മീയ ബലമായി മാറും. അപ്പം കേൾക്കുന്നവർക്ക് കൃപ ലഭിക്കണം. ഞാനൊരു കാര്യം പറയാം, നിങ്ങൾക്ക് കൃപയുണ്ടാകണം. അല്ലെങ്കിൽ പിന്നെ എന്തുകൊണ്ട് പ്രയോജനം എന്തു? സ്തോത്രം. അത് തന്നെ കൊലോസ്യരിലോടും പൗലോസ് പറയുന്നേ. എങ്ങനെയാ? സ്തോത്രം. കൊലോസ്യർ 4:6 വാക്യം. നമ്മളെങ്ങനെ പരസ്പരം ഉത്തരം പറയണോ എന്നുള്ളത്, ഒരു കോണ്ടെക്സ്റ്റ് വരുമ്പോൾ എങ്ങനെ അവനോട് സംസാരിക്കണ്ടേ, ഓരോ ഉത്തരം പറയണം. നമുക്ക് എല്ലാം കയറി ചാടി കയറി തോന്നിയത് പോലെ പറയാൻ പറ്റത്തില്ല. നമ്മൾ എങ്ങനെയാണ് അതിനെ ആൻസർ ചെയ്യുന്നത്? ഒരാളൊരു കാര്യം പറയുമ്പോൾ എങ്ങനെയാണ് അതിനെ അപ്രോച്ച് ചെയ്യുന്നത്? നമ്മുടെ കൂട്ടു സഹോദരി ഒരു കാര്യം പറയുമ്പോൾ അവരോട് എങ്ങനെ ഉത്തരം പറയണം? പണ്ട് ആരോ പറഞ്ഞ പോലെ, ഞാനത് പറയുന്നില്ല. സ്തോത്രം. അവിടെ പറയുന്നു, ഓരോരുത്തരോട് നിങ്ങൾ എങ്ങനെ ഉത്തരം പറയണമെന്ന് അറിയേണ്ടതിന് നിങ്ങളുടെ വാക്ക് എപ്പോഴും കൃപയോടുകൂടിയതും, ഒരു ഗ്രേസ് വരണം. സ്തോത്രം. നമ്മളൊരാളെ തളർത്തരുത്. സംഖ്യാപുസ്തകം 13 അധ്യായം നമ്മൾ വായിക്കുമ്പോൾ 12 പേര് ദേശം ഒറ്റുനോക്കാൻ പോയി. 10 പേര് വന്ന് ദൈവസഭയ്ക്കെതിരായിട്ട് പറഞ്ഞു. എല്ലാവരും തളർന്നുപോയി, ഭയപ്പെട്ട്, പേടിച്ച്, വിറച്ച് താഴെ പോയി. 2 പേർ, കാലേബും യോശുവയും. അവർ പറഞ്ഞു, നിങ്ങൾ ഭയപ്പെടുകയും ചെയ്യണ്ട, ഇതൊക്കെ ഇങ്ങനെ വന്നോളും എന്ന് കേട്ടതുപോലെ ഇതെല്ലാം നിന്റെ വശത്തിങ്ങനെ വീഴും. 10,000 പേര് വീഴാൽ ഒന്നും ഇന്നും അടുത്ത് വരികയില്ല. അതൊക്കെ അങ്ങനെ നിൽക്കും. പക്ഷേ നമുക്കിതിനെ അവകാശമാക്കുവാൻ കഴിയും, നമുക്കിതിനെ കൈവശമാക്കുവാൻ കഴിയും. അതിനെയാണ് കർത്താവ് എൻഡോഴ്സ് ചെയ്തത്. കാലേബിൻ്റെ വാക്കിനെയാണ് കർത്താവ് എൻഡോഴ്സ് ചെയ്തത്. 14:23 വായിക്കുമ്പോൾ കാലേബിനെ കുറിച്ച്, എൻ്റെ ദാസനായ കാലേബോ.
അവൻ എന്നോട് പൂർണ്ണമായി പറ്റിയിരുന്നത് കൊണ്ട് ഞാൻ അവന് വാക്ക് ചെയ്ത ദേശം അവനും അവൻ്റെ സന്തതിക്കും കൊടുക്കും. അവന് വേറൊരു സ്പിരിറ്റാണുള്ളത്, വ്യത്യസ്തകരമായ ഒരു ഡിഫറൻറ്റ് സ്പിരിറ്റാണ് അവനുള്ളത്. വ്യത്യസ്തമായ ഒരു ആത്മാവുള്ള കേലബ്. അതുകൊണ്ട് 80 വയസ്സ് കേലബ് എനിക്കിപ്പോഴും പടവട്ടുള്ള ആരോഗ്യമുണ്ട്. നിങ്ങളൊരു എത്ര പ്രായം ചെന്നാലും നിങ്ങളുടെ ഉള്ളിൽ പ്രായമായി ആൻറ്റി അങ്ങനെ ചിന്ത വരാനേ പാടില്ല. പ്രായമായി പടവെട്ടാനുള്ള ആരോഗ്യം നമുക്ക് ദൈവം തന്നിട്ടുണ്ട്. നമ്മുടെ മൈൻഡിലേക്ക് ഈ സാധനം കയറ്റിവിടല്, എനിക്ക് വീക്കായി, എൻ്റെ ആരോഗ്യം പോയി, നമ്മൾ പലപ്പോഴും ഒക്കെ അറിയാതെ അറിഞ്ഞൊക്കെ പറയും. സ്തോത്രം. അത് നമുക്ക് ഗ്രേസ് ഉണ്ടാവത്തില്ല. നമ്മുടെ ഹൃദയത്തിനകത്ത് നമ്മൾ പറയണം, ഇപ്പോഴും എനിക്ക് പടവെട്ടാനുള്ള ആരോഗ്യമുണ്ട്. ഐ ക്യാൻ ഡു ഓൾ തിങ്സ് ത്രൂ ക്രൈസ്റ്റ് ഹു സ്ട്രെങ്തൻസ് മീ. എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയായവനാകുന്നു. ബ്രദറെ, നീ ധൈര്യമായിട്ടിരിക്കുക, നിന്നെ ശക്തനാക്കുന്ന ഒരു കർത്താവുണ്ട്. സിസ്റ്ററെ, നീ ധൈര്യമായിട്ടിരിക്കുക, നിന്നെ ശക്തനാക്കുന്ന ഒരു കർത്താവുണ്ട്. കാരണം ഈ സകല അണ്ടകടാകത്തെ തൻ്റെ ശക്തിയുള്ള വചനത്താൽ ആമേൻ വഹിക്കുന്നവനാണ് നമ്മുടെ കർത്താവ്. തൻ്റെ വായിലെ ഒറ്റ ശ്വാസത്താൽ ഈ ഭൂമിയെ ഉളവാക്കിയവനാണ്. വാ തുറന്നിട്ട് ഭൂ എന്ന് വന്നപ്പോൾ ഭൂമി മുഴുവനും ഉണ്ടാകുവാനിടയായി. ഒറ്റ വാക്കിനാൽ ആപ്പൻ്റെ മക്കളാണ് ഞാനും നിങ്ങളും. നാം തളർന്നു പോകുവാനുള്ളവരല്ല, നിരാശപ്പെട്ടു പോകുവാനല്ല, വീണു പോകാനുള്ളവരല്ല. നാം ഈ ദേശത്ത് കേട്ടതുപോലെ എഴുന്നേറ്റ് പണിയുവാനുള്ളവരാണ്. അനേകരെ കഴിഞ്ഞ ആഴ്ച കേട്ട ദൂതുപോലെ അനേകരെ റീബിൽഡ് ചെയ്യുവാൻ, റീസ്റ്റോർ ചെയ്യുവാനുള്ളവരാണ്. നാം തളർന്നു പോയാൽ അനേകർ നിത്യനരകത്തിൽ പോകുവാനിടയായി. നമ്മൾ ഒരുമിച്ച് നിൽക്കുന്ന, ഒരുമിച്ച് സഭ പണിയുവാൻ, അനേകരെ നേടുവാൻ നമുക്ക് ക്രിസ്തുവിൽ ഒരു വളർച്ച ആവശ്യമാണ്. ക്രിസ്തുവിൽ പുതിയ മനുഷ്യനെ ധരിക്കുക. നമുക്ക് ഭാഗങ്ങളൊക്കെ വായിക്കാനുള്ള സമയമില്ല. ഞാൻ എൻ്റെ വാക്കുകൾ നിങ്ങൾ ദയവ് ചെയ്ത് വീട്ടിൽ ചെന്ന് ഈ ഭാഗങ്ങളൊന്ന് വായിക്കണം. 4 മുതൽ 14 മുതൽ 32 വരെയുള്ള വാക്യങ്ങൾ ദയവ് ചെയ്ത് വളരെ സ്നേഹത്തോടും താഴ്മയോടും ഓർപ്പിക്കുന്നു. നല്ലതുപോലെ നമ്മളൊന്ന് വായിക്കണം. അവിടെ പറയുന്നു, പുതിയ മനുഷ്യനെ ധരിക്കണം. നമ്മളെ ദൈവം അതിനാണ് വിളിച്ചത്. നമ്മൾ ധരിച്ചത് പുതുമനുഷ്യനെയാണ്. നമ്മുടെ പഴയ മനുഷ്യനെ അവൻ്റെ പ്രവൃത്തിയുടെ എല്ലാം ഉരിഞ്ഞു കളഞ്ഞു. നമ്മളൊരു ജയിൽ പുള്ളി, അയാൾ ജയിലിൽ കിടക്കുമ്പോൾ പഴയ ഡ്രസ്സ് വിട്ടുകൊണ്ട് കിടക്കും. ജയിലിൽ നിന്ന് പുറത്തു വരുമ്പോഴും പിന്നെ അത് വിട്ടുകൊണ്ടാണ് വരുന്നത്. അല്ല, അവനതെല്ലാം ഉരിഞ്ഞു കളഞ്ഞു, ഒരു പുതിയ വസ്ത്രം ധരിച്ചുകൊണ്ട്. പാപത്തിൻ്റെ കറപുരണ്ട എല്ലാ പഴയ മനുഷ്യനെയും ഉരിഞ്ഞു കളഞ്ഞിട്ട് ജഡത്തിൻ്റെ എല്ലാ സ്വഭാവങ്ങളും അതിൻ്റെ മൂർത്തിഭാവത്തിൽ നിന്ന പഴയ മനുഷ്യനെ എന്നേക്കുമായി ഉരിഞ്ഞു കളഞ്ഞുകൊണ്ട് ഒരു പുതിയ മനുഷ്യനെ ഞാനും നിങ്ങളും ധരിച്ചിരിക്കുന്നു. ആ പുതിയ മനുഷ്യനിൽ നമ്മൾ ജീവിക്കുവാൻ, വളരുവാൻ നമ്മുടെ വസ്ത്രം അതാണ് പുതിയ മനുഷ്യൻ. യേശുവിനെ ധരിച്ചുകൊണ്ട് ഒരു പുതിയ മനുഷ്യനായി നാം നിൽക്കുമ്പോൾ ഓരോ ദിവസവും നമ്മൾ വളരണം. സ്നാനപ്പെട്ടിട്ട് 10, 20, 30 വർഷമായ, 35 വർഷം, 40 വർഷമായവരൊക്കെ കാണാതിരിക്കാം. പക്ഷേ നമ്മൾ ഓരോ ദിവസവും വളരണം. പൗലോസ് ബർന്നബാസുമായിട്ട് ഒരു വലിയ സംഘർഷം ഉണ്ടായി. അവിടെ വെച്ച് മർക്കോസ് പമ്പുലിയിൽ വെച്ച് പ്രവൃത്തിക്ക് വരാത്തവനായതുകൊണ്ട് അവനായിട്ട് കൊണ്ടുപോകരുത് എന്ന് വിചാരിച്ച് വലിയൊരു തർക്കമുണ്ടായി. ഞാനത് അപ്പോസ്തലപ്രവൃത്തികൾ പഠിച്ചപ്പോൾ വായിച്ചാണ്. എന്നാൽ പൗലോസ് പിന്നെയും ക്രിസ്തുവിൽ വളർന്നപ്പോൾ ആര് വേണ്ടെന്ന് പറഞ്ഞു, ഇവൻ കൊള്ളത്തില്ല എന്ന് പറഞ്ഞു, ആ മർക്കോസിനെ പൗലോസ് തീമോത്തിയോസിൻ്റെ ലേഖനം 2 തീമോത്തിയോസ് എഴുതുമ്പോൾ താൻ തലഛേദിക്കപ്പെടുവാനായി റോമൻ കാരാഗൃഹത്തിൽ 2ാമത് അടയ്ക്കപ്പെടുമ്പോൾ അവിടെ പറയുന്നു, മർക്കോസ് എനിക്ക് ഉപയോഗമുള്ളവനാകിയാൽ അവനെ കൂട്ടിക്കൊണ്ടുവരണം. നാം ക്രിസ്തുവിൽ വളരുമ്പോൾ നാം തള്ളപ്പെട്ടവർ, നമ്മളെ റിജക്റ്റ് ചെയ്ത ആൾക്കാർ ഇവന് കൊള്ളത്തില്ല, മോശമാണെന്ന് നമ്മുടെ മനോഭാവം ക്രിസ്തുവിൽ വളരുമ്പോൾ മാറുവാനിടയായിത്തീരും. മർക്കോസിനെ കൂട്ടിക്കൊണ്ടുവരാൻ, അതാണ് ക്രിസ്തുവിലുള്ള വളർച്ചയെന്ന് പറയുന്നത്.
സ്തോത്രം. ഹല്ലേലൂയ. ഈ ഭാഗത്ത് ഒത്തിരി പറയുന്നുണ്ട്. പാപം ചെയ്യാതിരെ, പിശുക്ക് ഇടം കൊടുക്കരുത്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുന്നു. 29ാമത്തെ വാക്യം നമ്മൾ വായിച്ചു. 30ാമത്തെ വാക്യം, നാം ക്രിസ്തുവിൽ വളർന്നില്ല എങ്കിൽ നമ്മുടെ അകത്തിരിക്കുന്ന പരിശുദ്ധാത്മാവ് ഞെരുങ്ങിയ. ഈ ശരീരം ദൈവത്തിൻ്റെ മന്ദിരമാണ്. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളിൽ വസിക്കുന്നു. നാം എന്ത് പ്രവൃത്തിയും ദൈവവിരുദ്ധമായി ചെയ്യുമ്പോൾ, കർത്താവിന് വിരുദ്ധമായി സംസാരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുമ്പോൾ അൾട്ടിമേറ്റ്ലി നാം ദുഃഖിപ്പിക്കുന്നത് പരിശുദ്ധാത്മാവിനെയാണ്. അതിൻ്റെ 30ാമത്തെ വാക്യം വായിച്ച് ഞാൻ വായിച്ചാട്ടെ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ നാം ദുഃഖിപ്പിക്കരുത്. ആ പരിശുദ്ധാത്മാവിനല്ലോ വീണ്ടെടുപ്പ് നാളിനായി നിങ്ങളെ മുദ്രയിട്ടിരിക്കുന്നത്. ഒരു മുദ്ര. അന്നത്തെ കാലത്ത് രാജാവ് ഒരു മുദ്രയിട്ട് കഴിഞ്ഞാൽ ആ നിയമം മാറ്റുവാനായിട്ട് സാധ്യമല്ല. കൽപ്പന. നമ്മളെ ദൈവം മുദ്രയിട്ടിരിക്കുകയാണ്. നമ്മളെ വീണ്ടെടുപ്പ് നാളിനായിട്ട് ഈ ലോകത്തിൽ നിന്ന് കർത്താവിൻ്റെ 2ാമത്തെ വരവിങ്കൽ എടുക്കപ്പെടാനുള്ളവരാണ് ഞാനും നിങ്ങളും. ആ പ്രത്യാശയിൽ ആയിരിക്കുന്നുവെങ്കിൽ അടുത്ത 2 വാക്യം കൂടെ വായിച്ചാട്ടെ. എല്ലാ കയ്പും കോപവും ക്രോധവും കൂറ്റാരവും ദൂഷണവും എല്ലാം നമ്മളിന്ന് വിട്ടൊഴിഞ്ഞു പോകട്ടെ. അടുത്ത ഭാഗം. നാം പരസ്പരം ക്ഷമിക്കുവാനായി ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നു. കർത്താവ് നമ്മോട് ക്ഷമിച്ചു. നാം പരസ്പരം ക്ഷമിക്കണം. ഞാൻ പറഞ്ഞു, ഇവിടെ നമ്മളെല്ലാവരും ഇങ്ങനെ ദേഷ്യത്തിരിക്കുന്ന ആർത്തലല്ല പറഞ്ഞത്, ഒരു ബുദ്ധിപദേശത്തിന് നമുക്ക് പറയുന്നതേ ഉള്ളൂ. അല്ലാതെ നമ്മളിവിടെ ആരും പിണങ്ങിയിരിക്കുക. നമ്മളെല്ലാം ഭയങ്കര സ്നേഹമാണ്. നമ്മളെല്ലാവരും ക്രിസ്തുവിൽ ഒന്നാണ്. ഭയങ്കര അങ്ങോട്ടും ഇങ്ങോട്ടും. എനിക്ക് തോന്നി ഇങ്ങനെ നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ വന്നുകൊണ്ട് അവിടെ കണ്ടും കേട്ടും വന്ന് ഇവിടെ വന്നപ്പോഴാണ് എനിക്ക് ഇവിടുത്തെ ആ സ്നേഹവും ഐക്യമൊക്കെ ഒന്ന് മനസ്സിലാക്കാനിടയായത്. സ്തോത്രം. അതുകൊണ്ട് നാം എല്ലാവരും, പക്ഷെ ഇവിടെ ഒരു ബുദ്ധിപദേശത്തിന് പൗലോസ് പറയുകയാണ്, നമ്മൾ പരസ്പരം ദയയുള്ളവരായി കർത്താവിനെ ക്ഷമിച്ചതുപോലെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ എന്തെങ്കിലും പറഞ്ഞാൽ തമ്മിൽ ക്ഷമിച്ച് ക്രിസ്തുവിൻ്റെ സ്നേഹം, ആ ന്യായപ്രമാണം നിവർത്തിക്കുവാൻ ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നു. ആ വിളിക്ക് വേണ്ടി നമുക്ക് മുന്നേറാം. ഈ ദിവസങ്ങൾ കേൾക്കുന്ന ദൈവവചനം നമ്മളിങ്ങനെ കേട്ടിങ്ങനെ കളഞ്ഞാൽ പിന്നെ നമ്മൾ തളർന്നു പോകും, ശിശുസ്ഥിതിയിലാവും. നമ്മൾ കേൾക്കപ്പെട്ട വചനങ്ങൾ നമ്മുടെ ഹൃദയത്തിൽ അത് മെഡിറ്റേറ്റ് ചെയ്യുക. അത് നമ്മുടെ ഹൃദയത്തിനകത്ത് വസിക്കട്ടെ, അത് വളരട്ടെ, ശക്തിപ്പെടട്ടെ. കർത്താവിൻ്റെ രാജ്യത്തിന് വേണ്ടി നമുക്ക് ഒരുക്കപ്പെടാം. അതിനായി നമ്മളെ തന്നെ പൂർണ്ണമായി സമർപ്പിച്ചുകൊണ്ട് ഈ വചനങ്ങൾ ആദ്യം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ വിരമിക്കുന്നു. ഗോഡ് ബ്ലെസ് യു ആൾ.